ശരി, നമുക്ക് പറയുകയാണെങ്കിൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള 2 കാര്യങ്ങൾ. എന്താണ് ആയുർവേദത്തിന്റെ ലക്ഷ്യം, അതിനെ കുറിച്ചിട്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ആയുർവേദത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം ആധുരസ്യ വികാര പ്രശ്മനം. അങ്ങനെയാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം. സ്വസ്ഥൻ എന്ന് വയ്ക്കുന്നത് പൂർണ്ണ ആരോഗ്യവാനായ മനുഷ്യൻ, പൂർണ്ണ ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും, അതുപോലെ തന്നെ ആതുരസ്യ വികാര പ്രശ്മനം. ആതുരസ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരു രോഗി, ആ രോഗിയുടെ രോഗത്തിനെ ക്യൂർ ചെയ്യാനും. ഇത് രണ്ടുമാണ് ഒരു ആയുർവേദത്തിന്റെ ലക്ഷ്യം എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു രോഗിയുടെ രോഗം ക്യൂർ ചെയ്യാനും സ്വസ്ഥനായിരിക്കുന്ന ആരോഗ്യവാനായിരിക്കുന്ന മനുഷ്യന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും. ഈ ഒരു ലക്ഷ്യം തന്നെയാണ് ആയുസ് ടീമിനുള്ളത്. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിന്റെ ലക്ഷ്യവും ആയുസിന്റെ ലക്ഷ്യവും ഒന്ന് തന്നെയാണ്. ഇതിന് മെയിനായിട്ട് നമ്മുടെ ലൈഫിന്റെ 3 സപ്പോർട്ടിംഗ് പില്ലേഴ്സ് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ആഹാരവും നല്ല രീതിയിലുള്ള വ്യായാമവും തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കാറുള്ളവർ തന്നെയായിരിക്കും ഭൂരിഭാഗം പേരും, അല്ലേ? ഈ ഡീസൽ മാത്രം അടിക്കാവുന്ന ഒരു കാറിൽ പെട്രോൾ അടിക്കാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുന്ന കാറിൽ പെട്രോൾ അടിച്ച് എന്ത് സംഭവിക്കും? എഞ്ചിന് പ്രശ്നം വരും, കാര്യമായ തകരാറ് വരും, അല്ലേ? ഇത് നമ്മൾക്കറിയാം. അതുപോലെ തന്നെയാണ് നമ്മളുടെ ശരീരം. നല്ല ആഹാരം കഴിച്ചില്ലെങ്കിൽ നമ്മളുടെ ശരീരം തകരുമെന്ന് അറിഞ്ഞിട്ട് പോലും നമ്മൾ നല്ല രീതിയിലുള്ള ആഹാരമാണോ കഴിക്കുന്നത്? അല്ല. അപ്പൊ ആ ഒരു കാറിന് കൊടുക്കുന്ന ശ്രദ്ധ പോലും നമ്മൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നില്ല. അതാണ് യാഥാർത്ഥ്യം, അല്ലേ? എല്ലാവരും ക്ഷീണത്തിലാണോ? ഓക്കെ. പിന്നെ ബാക്കി എങ്ങനെ വേണം നമ്മളുടെ മെറ്റാബോളിസം എന്നൊക്കെ ഡോക്ടർ സുജിത്ത് നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ സാർ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമ്മളുടെ